ഹായ് ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോളിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 200 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ അതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഇതിനൊരു 3 ബോൾസ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇട്ട ഉടനെ തന്നെ ഒന്ന് മറിച്ചിടുക കേട്ടോ. അത് കഴിഞ്ഞാൽ കുറച്ച് ബബിൾസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിട്ടാൽ നമുക്ക് നല്ല പോലെ തന്നെ അത് പൊന്തി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ ചപ്പാത്തികളും നമ്മൾ ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചുട്ടെടുത്തതിൽ നിന്നും ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മയോണൈസും അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡിലേക്കാക്കി മടക്കി കൊടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.